നമസ്കാരം. നമ്മുടെ ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിന്റെ അവസാനത്തെ ക്ലാസ്സാണ്. ഡിഫറൻഷിയേഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ഇനി ഉള്ളത് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത് 2 തിയറംസ് ആണ്. ഡെറിവേറ്റീവായിട്ട് കണക്ട് ചെയ്ത് വരുന്ന 2 തിയറംസ് ആണ്. ഇതിൽ ആദ്യത്തെ ഒരു തിയറം, ഇതിന്റെ പേര് റോൾസ് തിയറം. റോൾസ് തിയറം. ഈ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. പിന്നീട് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കുക, സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞതിന് ശേഷം പ്രോബ്ലംസ് ചോദിക്കല്, വെരിഫൈ റോൾസ് തിയറം എന്ന് പറഞ്ഞിട്ട് ചില എക്സാമ്പിൾസ് ചോദിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് അറിയണം. അതോടൊപ്പം തന്നെ അതിന്റെ ജോമെട്രിക്കൽ കൺസെപ്റ്റ് മനസ്സിലാക്കണം. പിന്നെ പ്രോബ്ലത്തിന്റെ വെരിഫിക്കേഷൻ. ഓക്കെ, ആദ്യം ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാം, നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. Let y is equal to f of x be a function defined in closed interval ab such that condition number 1, fx is continuous in closed interval ab. Fx is continuous in closed interval ab. രണ്ടാമത്തെ കണ്ടീഷൻ, fx is differentiable in open interval ab. Differentiability എവിടെ മതി? ഓപ്പൺ ഇന്റർവൽ ab. തേർഡ് കണ്ടീഷൻ, f of a is equal to f of b. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത തിയറം പറയുന്നത് then there exists at least one point C in open interval AB, अथवा belongs to open interval AB, such that f dash C is equal to 0. ഇതാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തൊക്കെ ഡിമാൻഡ്? ഒരു ഫംഗ്ഷൻ എഫ് എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയുമ്പോൾ നമ്പർ ലൈനിന്റെ ഒരു പീസ് ആയിരിക്കും, നിങ്ങൾക്കറിയാം. അതിൽ എ ഉണ്ടാവും, ബി ഉണ്ടാവും, അതിന്റെ അടുത്തുള്ള എല്ലാ നമ്പറും ഉണ്ടാവും. അപ്പൊ ക്ലോസ്ഡ് എ ബിയിൽ ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ പാലിക്കേണ്ട 3 കണ്ടീഷൻസ്. ഒന്നാമത്തത്, ആ ഫംഗ്ഷൻ എഫ് എക്സ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആവണം. എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും അതിന്റെ അടുത്തുള്ള എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആണ്. നമ്മൾ ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ കണ്ടിന്യൂറ്റിന്റെ ക്ലോസ്ഡ് ഇന്റർവൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആവണം. അപ്പൊ അതിന്റെ ജോമെട്രിക്കൽ ഇമ്പാക്ട്, അതിന്റെ ഗ്രാഫ് എന്ന് തുടങ്ങി ബി വരെ ബ്രേക്ക് ഇല്ലാതെ പൊട്ടാതെ വരക്കാം. എന്താ ഷേപ്പ് ആയിക്കോട്ടെ, പക്ഷെ ബ്രേക്ക് ഇല്ലാതെ വരക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ, എഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ദ കറസ്പോണ്ടിങ് ഓപ്പൺ ഇന്റർവൽ എ ബി. അപ്പൊ ഡിഫറൻഷ്യബിൾ ആവുക എന്ന് പറഞ്ഞാൽ ആ ഇന്റർവെല്ലിലെ എല്ലാ നമ്പറിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാം. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ജോമെട്രിക്കലി എല്ലാ പോയിന്റിലും ഫംഗ്ഷന്റെ ഗ്രാഫ് സ്മൂത്ത് ആയിട്ട് പോവുക. ഏതാ എല്ലാ പോയിന്റും? എയിലും ബിയിലും വേണമെന്നില്ല. എയിലും ബിയിലും നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി വേണമെന്നില്ല. എയിലും ബിയിലും വേണമെന്ന് നിർബന്ധമല്ല, അതുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്റെ ബിന്റെ ഇടയ്ക്കുള്ള എല്ലാ നമ്പറിലും ഡിഫറൻഷ്യബിലിറ്റി നിർബന്ധമായിട്ടും വേണം. അപ്പൊ എന്റെ ബിന്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ടാവും. ആ നമ്പറിലെല്ലാം ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ യുണീക്ക് ടാൻജന്റ് വരക്കാൻ പറ്റണം. അപ്പൊ കർവ് സ്മൂത്ത് ആയിട്ട് പോകണം, ഷാർപ്പായിട്ടുള്ള പോയിന്റുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻ, ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് എ എന്ന വാല്യൂവും എഫ് ഓഫ് ബി എന്ന വാല്യൂവും ഈക്വൽ ആവണം. എന്ന് പറഞ്ഞാൽ എ എന്ന് തുടങ്ങുമ്പോൾ കർവിന്റെ ഹൈറ്റ് എത്രയാണോ അതേ ഹൈറ്റിലാണ് ബിയിൽ എത്തുമ്പോഴും ഉണ്ടാവുക. എയിലും ബിയിലും
ഫംഗ്ഷന്റെ ഗ്രാഫിന് ഒരേ വാല്യൂ ഒരേ ഹൈറ്റ് ആണെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് ബി. അപ്പൊ എന്റെ നേരെ എത്രയാണ് ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ ഹൈറ്റ്, അതേ ഹൈറ്റ് ബിയിലും വരണം. ഈ 3 കണ്ടീഷൻസ് 1, 2, 3 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ തിയറം പറയുന്നത് there exists at least ചുരുങ്ങിയത് ഒരു പോയിന്റ് എങ്കിലും, ചുരുങ്ങിയത് ഒരു സി എങ്കിലും എവിടെ കാണും, എന്റെ ബിന്റെ ഉള്ളിൽ കാണും, സച്ച് ദാറ്റ് ആ പോയിന്റിലെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് സി ഇസ് ഈക്വൽ ടു 0. ഇത് ഒന്നിൽ കൂടുതൽ ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല, മിനിമം 1 എന്തായാലും കിട്ടും, ചിലപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടോ. അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ജോമെട്രിക്കലി എന്തൊക്കെയാണ് കാര്യം. ഞാൻ ഒന്നുകൂടി ഈ സ്റ്റേറ്റ്മെന്റുകൾ ശ്രദ്ധിക്കുക. കണ്ടീഷൻസ് എ എന്ന് തുടങ്ങി ബി വരെ ഗ്രാഫ് പൊട്ടാതെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഇല്ലാതെ വരക്കാം. എന്റെ ബിന്റെ ഇടക്കുള്ള എല്ലാ പോയിന്റിലും കർവ് സ്മൂത്ത് ആണ്, യുണീക്ക് ടാൻജന്റ് വരയാൻ പറ്റും. എയിൽ തുടങ്ങുമ്പോൾ എത്രയാണോ ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ വൈ കോർഡിനേറ്റ് അതേ വൈ കോർഡിനേറ്റ് തന്നെയായിരിക്കും ബിയിൽ എത്തുമ്പോഴും. അപ്പൊ എയിലും ബിയിലും ഒരേ ഹൈറ്റ് ആവും. ഈ കണ്ടീഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു പോയിന്റിലെങ്കിലും എഫ് ഡാഷ് സി 0 ആവുമെന്ന് പറഞ്ഞാൽ, ഡെറിവേറ്റീവ് 0 ആവുമെന്ന് പറഞ്ഞാൽ എന്റെ ജോമെട്രി, ഡെറിവേറ്റീവ് ജോമെട്രി സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. അപ്പൊ എഫ് ഡാഷ് സി 0 എന്ന് പറഞ്ഞാൽ സിയിലെ ഡെറിവേറ്റീവ് 0 ആവുക. അപ്പൊ സിയിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് 0 ആവുക. അപ്പൊ സിയിലെ ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സ് ആവുക. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ഗ്രാഫിലേക്ക് ഒന്ന് വന്ന് ജോമെട്രിക്കൽ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് ഗ്രാഫ് വരയ്ക്കുമ്പോഴുള്ള പ്രത്യേകത? എന്ന് തുടങ്ങി ബി വരെ ഗ്രാഫ് ബ്രേക്ക് ഇല്ലാതെ പൊട്ടാതെ വരയ്ക്കാം. ഇവിടെയാണ് എ, എവിടെയാണ് ബി എന്ന് തൽക്കാലം വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് എ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബി എത്തുന്നത് വരെ വിത്തൗട്ട് എനി ബ്രേക്ക് നമുക്ക് വരയ്ക്കാം. അപ്പൊ എ എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഹൈറ്റ് അല്ലടാ എഫ് ഓഫ് എ ആയിട്ട് വരിക. ഇവിടെ എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ അതിന്റെ എഫ് ഓഫ് എ ആണ് അതിന്റെ ഹൈറ്റ്. അപ്പൊ ഇവിടെ തുടങ്ങിയ ഗ്രാഫ് ബിയിലെത്തുമ്പോൾ അതേ ഹൈറ്റിൽ തന്നെ നിൽക്കണം എന്നാ പറഞ്ഞത്. കാരണം എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആവുമ്പോൾ ഇവിടുന്ന് തുടങ്ങുമ്പോഴുള്ള അതേ ഹൈറ്റ് എഫ് ഓഫ് എ തന്നെയാണ് ഇത് അവസാനിക്കുമ്പോഴും ഉണ്ടാവുക. ഇനി ഈ കർവ് നമ്മൾ പറഞ്ഞത് എന്റെ ബിന്റെ ഇടക്ക് ബ്രേക്ക് ഒന്നുമില്ല, എ എന്ന് തുടങ്ങി ബിയിലെത്തുന്നതിന്റെ ഇടക്ക് പിന്നെ ഷാർപ്പ് പോയിന്റുകൾ ഒന്നുമില്ല. അപ്പൊ ഇത് കർവ് മേലോട്ട് പോകാം, വേണേ താഴോട്ട് വരാം, മേലോട്ട് പോയതിനു ശേഷം ടേൺ ചെയ്ത് താഴോട്ട് വരാം, അങ്ങനെയൊക്കെ വരാം. അപ്പോ തൽക്കാലം ഇവിടുന്ന് മേലോട്ട് പോവാന്ന് വിചാരിക്കാം. മേലോട്ട് പോകുന്ന ഗ്രാഫിന് ബി എത്തുമ്പോ തുടർച്ചയായിട്ട് മേലോട്ട് പോയി ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല. കാരണം ഇതേ ഹൈറ്റിൽ അവസാനിക്കണം, തുടങ്ങുന്ന അതേ ഹൈറ്റിലാണ് എഫ് ഓഫ് ബിയും. അപ്പൊ ഇവിടുന്ന് പോകുന്ന ഗ്രാഫ് ആണെങ്കിൽ പോയിക്കോട്ടെ മേലോട്ട്, പക്ഷെ അത് എവിടെ ഒന്ന് ടേൺ ചെയ്തിട്ട് ഇവിടെ വന്ന് നിൽക്കണം. ഇതാണ് y = fxന്റെ ഒരു റെഫായിട്ടുള്ള ഗ്രാഫ്. ഇതിപ്പോ താഴേക്കാണ് വന്നതെങ്കിലോ, താഴേക്ക് വന്നോട്ടെ, താഴേക്കാണ് വരുന്നതെങ്കിൽ ഇതാ ഇതിങ്ങനെ വന്ന് ടേൺ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കണം. കാരണം ഇവിടുത്തെ ഹൈറ്റ് സെയിം ആണ്. ഇനി അതിന്റെ ഇടയ്ക്ക് കൂടുതൽ ടേണിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് വിരോധമല്ല. എന്തായാലും അത് തുടർച്ചയായിട്ട് അങ്ങനെ കയറി പോവില്ല. അത് ഒരേ ഹൈറ്റ് എയിലും ബിയിലും നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പോയിന്റിലെങ്കിലും ആ ഗ്രാഫ് ടേൺ ചെയ്യും. മിനിമം ഒരു പോയിന്റിലെങ്കിലും ആ ഗ്രാഫ് ടേൺ ചെയ്യും. അപ്പൊ ഇവിടെ എങ്ങനെ സ്മൂത്ത് ആയിട്ടേ പോകുള്ളൂ. എവിടെ ഷാർപ്പ് പോയിന്റ് ഒന്നുമില്ല, ഡിഫറൻഷ്യബിൾ ആണ്, ബ്രേക്ക് ഒന്നുമില്ല, കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഡിഫറൻഷ്യബിൾ ആണ്, പിന്നെ കണ്ടിന്യൂസ് ആയിരിക്കും, അതറിയാം. അപ്പൊ ഇവിടെ ഒരു പോയിന്റിലെങ്കിലും ഇതിന്റെ അടുത്ത് വെച്ചിട്ട് ഒരു പോയിന്റിലെങ്കിലും നമ്മൾ ഈ ഗ്രാഫ് ഒന്ന് ടേൺ ചെയ്തിട്ടുണ്ടാവും. ഈ പോയിന്റ് സപ്പോസ് ഇറ്റ് ഈസ് സം സി. അപ്പൊ ഈ സിയിൽ നമ്മൾ ഈ ടേൺ ചെയ്ത പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ ടാൻജന്റ് വരക്കുകയാണെങ്കിൽ ആ ടാൻജന്റ് കറക്റ്റ് ആയിട്ട് എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. ദിസ് വിൽ ബി പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പൊ ആ വരച്ച ലൈന് എക്സ് ആക്സിൽ പാരലൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. അതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന്റെ ഡെറിവേറ്റീവ് ആ. ഈ പോയിന്റ് സി ആണ്, ഫംഗ്ഷൻ എഫ് എക്സും ആണ്. അപ്പൊ അവിടുത്തെ സ്ലോപ്പായ എഫ് ഡാഷ് സി നിർബന്ധമായിട്ടും 0 ആവും. കാരണം ദിസ് ലൈൻ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പൊ അതിന്റെ സ്ലോപ്പ് 0. അതിന്റെ സ്ലോപ്പാണ് ആ പോയിന്റിലെ ഡെറിവേറ്റീവ്. ഇതിപ്പോ ഒരു പോയിന്റ് ഉള്ള ഒരു ഫിഗർ ആണ് ഞാൻ വരച്ചത്. ചിലപ്പോ ഒന്നിൽ കൂടുതലും വരും. നോക്കിക്കോ, നമ്മളിപ്പോ അതേ കേസ് തന്നെ ഗ്രാഫ് നമ്മൾ എ നിന്ന് ബി വരെ വരച്ചപ്പോ ഇവിടെ തുടങ്ങിയത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കാം. ഇവിടെ എ, ഇവിടെ ബി, എക്സ് വൈ ആക്സിസ് 0. അപ്പൊ നോക്കുക, ഈ ഹൈറ്റ് എഫ് ഓഫ് എ, അതേ ഹൈറ്റ് തന്നെ ഇവിടെ നിന്നു എഫ് ഓഫ് ബി. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പോ
കർവ് തുടങ്ങിയാൽ പിന്നെ പൊട്ടുന്നില്ല, സ്മൂത്ത് ആയിട്ടാ പോകുന്നത്. ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇവിടെ തിയറം പറഞ്ഞ കേസിൽ 3 പോയിന്റുകൾ വരുന്നുണ്ട്. ഒന്ന്, ഈ ഒരു ടേണിൽ നടന്ന ഈ പോയിന്റില് ഒരു ടാൻജന്റ് വരച്ചാൽ ഇറ്റ് വിൽ ബി പാരലൽ ടു എക്സ് ആക്സ്. അത് C1 ആണെന്ന് വിചാരിക്കുക. ഒന്ന് ഇവിടെ ഉണ്ടാവും, പാരലൽ ടു എക്സ് ആക്സ് ആയിട്ട് ടാൻജന്റ് വരക്കാൻ പറ്റിയ പോയിന്റ് C2. ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഇറ്റ് ഈസ് സം C3. അപ്പൊ എന്താ തിയറം പറഞ്ഞത്? തിയറം പറയുന്നത് മിനിമം ഒരു പോയിന്റ് എന്തായാലും A B എടുക്കായിട്ടുണ്ടാവും വേർ F' become 0. ഒന്നിൽ കൂടുതൽ ഉണ്ടാവുന്നതിന് യാതൊരു വിരോധമില്ല. അത് ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ ഷേപ്പിനനുസരിച്ചിട്ട് എണ്ണം കൂടുതലൊക്കെ ഉണ്ടാവാം. അപ്പൊ 3 കണ്ടീഷൻസ് സ്യൂട്ട് ആണെങ്കിൽ, അത് പാലിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു പോയിന്റ് A B എടുക്കുന്നുണ്ടാവും വേർ ദ ടാൻജന്റ് വിൽ ബി പാരലൽ ടു എക്സ് ആക്സിസ്. അതുകൊണ്ടാണ് ആ ഡെറിവേറ്റീവ് 0 വരുന്നത്. ഇത്രയാണ് ഇതിന്റെ ജോമെട്രിക്കൽ കൺസെപ്റ്റ്. ഇനി പരീക്ഷയിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് തിയറത്തിന്റെ പ്രൂഫ് ചെയ്തതിന് പകരം നിങ്ങളോട് എക്സാമ്പിൾസ് ചോദിക്കുക, അതായത് പ്രോബ്ലംസ് ചോദിക്കാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. എക്സാമ്പിൾസ് പറയുമ്പോൾ വെരിഫൈ റോൾസ് തിയറം എന്ന് പറഞ്ഞിട്ടാ ചോദിക്കാം. വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ fx ഈക്വൽ ടു തരും. ഏതാണ് ഇന്റർവെല്ലിൽ തരും, ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ തരും. എന്നിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യാൻ ചെയ്യേണ്ടത് ആദ്യം തന്നെ 3 കണ്ടീഷൻസ് റെഡിയാണോ നോക്കുക. ഒന്ന്, തന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ്, അതിന്റെ കറസ്പോണ്ടിങ് ഓപ്പൺ ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിള്, രണ്ടറ്റത്തെ വാല്യൂ f of a യും f of b യും ഈക്വൽ ആണോ. ഇത്രയും നോക്കിയതിന് ശേഷം ആ സി, ഒരു സി ഉണ്ടല്ലോ F'=0 എന്ന ആ സി നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. കണ്ടീഷൻസ് വെരിഫൈ ചെയ്യുമ്പോൾ 3-ൽ ഏതെങ്കിലും കണ്ടീഷൻ പാലിക്കാതെ പോയാൽ അവിടെ പറയാ റോൾസ് തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ഞാൻ എക്സാമ്പിൾ പറയാം. ചെയ്യാൻ പോകുന്നത് വെരിഫൈ റോൾസ് തിയറം ഫോർ ദി ഫോളോയിങ് ഫംഗ്ഷൻസ് ആണ്. Verify Rolle's theorem for the following functions. The first one, f of x equal to x square minus x minus 6 in closed interval -2 to 3. Second one, fx equal to x cube minus 2x square minus 3x in closed interval 0 to 3. A B ക്ക് പകരം 0 to 3. Third one, fx equal to sin 2x in closed interval 0 pi. 4, fx equal to sin x plus cos x in closed interval 0 to pi by 2. Verify Rolle's theorem for the following functions എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചെയ്യാം. നല്ലോണം ശ്രദ്ധിച്ച് അതിന്റെ സ്റ്റെപ്പ് ഒക്കെ എങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. ഫസ്റ്റ് വണ് ഫംഗ്ഷൻ ആയിട്ട് തന്നത് f of x equal to x square minus x minus 6 ഇന്റർവെല് ക്ലോസ്ഡ് a b ക്ക് പകരം തന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ -2 3. ഇന്റർവെല്ലിൽ പറഞ്ഞിട്ട് ആ ഇന്റർവെല്ലിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് 3 കണ്ടീഷൻസ് ആണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന്, ഈ ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ, അത് എന്തുകൊണ്ട് കണ്ടിന്യൂസ് ആണ് എന്ന ആർഗ്യുമെന്റ് പറയണം. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷന്, ഇതിപ്പോ ഈ ഇന്റർവെല്ലിൽ -2 3 ഒരുപാട് പോയിന്റ് എണ്ണിയാലും തീരൂല. ആ ഓരോ പോയിന്റിലും ഇതിന്റെ കണ്ടിന്യൂറ്റി ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് ജനറൽ ആയിട്ട് എന്തെങ്കിലും വിവരം ഉണ്ടോ ഈ ഫംഗ്ഷനെ പറ്റി, ഉണ്ടെങ്കിൽ ആ വിവരം നിന്ന് എഴുതി വെച്ചാൽ മതി. ഈ ഫംഗ്ഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിപ്പോ ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ. എവരി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ആർ. ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പർ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് -2 to 3 എന്ന ക്ലോസ്ഡ് ഇന്റർവെൽ. നമ്പർ ലൈനിന്റെ ഒരു പീസ് അല്ലേ ഇത്. അപ്പൊ ആറില് മൊത്തം തന്നെ നമ്മുടെ ഈ പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതിന്റെ സബ്സെറ്റ് ആയ -2 to 3 എന്ന ഇന്റർവെല്ലിലും കണ്ടിന്യൂസ് ആണ്. ആ ഒരു ആർഗ്യുമെന്റ് അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പൊ fx is a polynomial function and therefore continuous in closed interval -2 to 3.
fx is a polynomial function and therefore continuous in അത് ഈ ഇന്റർവെൽ മാത്രമല്ല പോളിനോമിയൽ ആണ് പിന്നെ ഇന്റർവെൽ ഏതായാലും അത് കണ്ടിന്യൂസ് ആണ് കാരണം every polynomial function is continuous in real number set അപ്പൊ അത് കഴിഞ്ഞു കണ്ടിന്യൂറ്റിന്റെ ചെക്കിംഗ് കഴിഞ്ഞു സെക്കൻഡ് ഡിഫറൻഷ്യബിൾ ആണോ അല്ലേ എന്ന് പറയാൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അപ്പൊ എഫ് ഡാഷ് എക്സ് അങ്ങോട്ട് ചെയ്യാം എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 6ന്റെ 0 അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ 2x മൈനസ് 1 ഈ ഡെറിവേറ്റീവ് നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവെല്ലിന്റെ കറസ്പോണ്ടിങ് ഓപ്പൺ ഇന്റർവെല്ലിലെ എല്ലാ പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യോ എല്ലാ പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആണ് ആ ഇന്റർവെല്ലിൽ ഏതെങ്കിലും പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ അല്ല ഇതിപ്പോ നോക്ക് നിങ്ങള് 2 into x minus 1 2x minus 1 ഏത് x കിട്ടിയാലും കാൽക്കുലേറ്റ് ചെയ്തൂടെ ഈ ഇന്റർവെല്ലിൽ മാത്രമല്ല ഏത് ഇന്റർവെല്ലിലും 2x minus 1 എന്ന ഈ എക്സ്പ്രഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പൊ ഇവിടെ പറയേണ്ടത് വിച്ച് എക്സിസ് അറ്റ് എവരി പോയിന്റ് ഇൻ എവിടെയാണ് നമുക്ക് വേണ്ടത് അത് പറയാം എവിടെയാ -2 to 3 -2 to 3 അതോടുകൂടി therefore fx is differentiable in open interval -2 3 ഡിഫറൻഷ്യബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട അത്രയും പറഞ്ഞാൽ മതി then third condition f of a യും f of b യും കാണണം നമ്മൾ a -2 ഉം b 3 ഉം ആണ് അപ്പൊ f of -2 is equal to fx ൽ x ഉള്ളിടത്തൊക്കെ -2 കൊടുക്കുമ്പോൾ -2 the whole square minus -2 minus 6 is equal to ഇത് -2 square 4 plus 2 minus 6 equal to 6 minus 6 equal to 0 ഇനി f of b f of 3 ആണ് 3 square minus 3 minus 6 9 minus 9 is equal to 0 that is f of -2 is equal to f of 3 രണ്ടും കിട്ടിയത് 0 ആണ് അപ്പൊ തുടങ്ങുമ്പോൾ അതേ ഹൈറ്റ് തന്നെയാണ് അവസാനിക്കുമ്പോഴുള്ളത് 0 ആണ് രണ്ട് വാല്യൂ 0 ആണ് അപ്പൊ കണ്ടീഷൻസ് മൂന്നും റെഡി കണ്ടിന്യൂറ്റി ഉണ്ട് ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട് f of a കൂടെ f of b ഉണ്ട് therefore by Rolle's theorem അത് പറയാം നമ്മൾ by Rolle's theorem there exists c in open interval -2 3 such that f dash c become 0 therefore by Rolle's theorem there exists c in open interval -2 3 such that f dash c is equal to 0 അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ അത് കണ്ടുപിടിക്കണം now f dash c is equal to 0 implies എന്താ f dash x ആയിട്ട് കിട്ടിയത് f dash x ആയിട്ട് കിട്ടിയത് 2x minus 1 അപ്പൊ f dash c യോ x ന് c കൊടുത്താൽ മതി 2c minus 1 equal to 0 which implies 2c is equal to 1 2c is equal to 1 which implies c is equal to 1/2 belongs to open interval -2 3 -2 ന്റെ 3 ന്റെ ഉള്ളിലല്ലേ 1/2 ഉണ്ടാവുക 0.5 അല്ലേ 1/2 പറഞ്ഞാൽ അപ്പൊ ഇവിടെ തിയറം പറഞ്ഞ പോയിന്റ് ഏതാ 1/2 ആണ് ആ 1/2 ന് നേരെ എന്താ സ്ഥിതി ആ 1/2 നേരെ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ടേൺ ചെയ്തിട്ടുണ്ടാവും ആ 1/2 ന് നേരെ ടാൻജന്റ് വരച്ചാൽ ദാറ്റ് ടാൻജന്റ് വിൽ ബി പാരലൽ ടു x ആക്സിസ് അപ്പൊ വെരിഫൈ ചെയ്തു തിയറം പറഞ്ഞ പോയിന്റ് c equal to 1/2 then second one fx equal to x cube minus 2x square minus 3x interval in 0 to 3 closed interval 0 to 3 ഇവിടെയും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ മതി നമ്മൾ fx is a polynomial function third degree ആണെന്നുള്ളൂ polynomial function and therefore continuous in എല്ലാ ഇന്റർവെല്ലിലും കണ്ടിന്യൂസ് ആയിരിക്കും അപ്പൊ 0 to 3 ലും കണ്ടിന്യൂസ് ആയിരിക്കും polynomial ആണ് നമ്പർ ലൈനിൽ മൊത്തം കണ്ടിന്യൂസ് ആണ് അപ്പൊ fx is a polynomial function and therefore continuous in closed 0 3 ഇനി അതിന്റെ f dash x പറയൂ f dash x എന്താ ഡെറിവേറ്റീവ് സിമ്പിൾ അല്ലേ x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ minus 2 into 2x minus 4x minus 3
3x square minus 2 into 2x 4x minus 3. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നമ്പർ ഉണ്ടാവില്ല. ഏത് x കിട്ടിയാലും 3x square minus 4x minus 3 കാണാം. which exists at every point in open interval. നമുക്ക് വേണ്ട സ്ഥലം പറയാം 0 to 3. Therefore fx is differentiable in the corresponding open interval 0 to 3. ഇനി നമ്മൾ നോക്കേണ്ടത് മൂന്നാമത്തത് f of 0, f of 3. f of 0 എത്രയാണ്, f of 3 എത്രയാണ് നോക്കാം. f of 0 എന്ന് പറയുമ്പോൾ f of 0 is equal to 0 cube 0 minus 2 into 0 square 0 minus 3 into 0 0, that is equal to 0. f of 3 is equal to 3 cube 27 minus 2 into 3 square 9. Appo 2 into 9 18 minus 3 into 3 9. 27 minus 18 minus 9 adum 0. That is f of 0 is equal to f of 3. Therefore by Rolle's theorem there exists C evade corresponding open interval aya 0 3 open 0 3 such that f dash c equal to 0. ഇനി നമ്മൾ ആ സിയെ കണ്ടുപിടിക്കണം. f dash c equal to 0 എന്ന് കൊടുക്കുക. Now f dash c equal to 0 gives ഇതാ f dash x 3x square minus 4x minus 3. ആടെ x ന് 3 കൊടുക്കുമ്പോൾ 3c square minus 4c minus 3 equal to 0. ഇപ്പൊ കിട്ടിയത് നേരത്തെ അത്ര എളുപ്പമല്ലാത്ത ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് നമ്മൾ അത് സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന പോയിന്റ് പറയണം. അപ്പൊ which implies 3c square minus 4c minus 3 equal to 0. നമുക്ക് ഫോർമുല വെച്ച് സോൾവ് ചെയ്യാനുള്ള ഫാക്ടറൈസ് ചെയ്യാം. ഫോർമുല വെച്ചാൽ c equal to minus b minus 4 plus or minus root b square minus 4ac minus 4 square 16 minus 4 into a ക്ക് 3 into c ക്ക് minus 3 4ac divided by 2 into a ക്ക് പകരം 3 divided by 2a. That is equal to 4 plus or minus root 16 plus 4 into 3 12 into 3 36 divided by 6. Le 4 into 9 will 36. That is equal to 4 plus or minus root 52 divided by 6 equal to 4 plus or minus root of 52 എന്ന് പറയുമ്പോൾ നമുക്ക് 4 into 13 എഴുതാം divided by 6 equal to 4 plus or minus 4 ന്റെ root 2 root 13 divided by 6 equal to ഒരു 2 പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്യാം 2 into 2 plus or minus root 13 divided by 6 equal to ഒരു 6 ഉം ഇവിടെ 2 ഉള്ളതുകൊണ്ട് 2 കട്ട് ചെയ്യാം 2 plus or minus root 13 divided by 3. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂ ആണ് കിട്ടിയത്. ഒന്ന് that is നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞാൽ that is c is equal to 2 plus root 13 divided by 3, c is equal to 2 minus root 13 divided by 3. രണ്ടെണ്ണം കിട്ടിയത് രണ്ടും നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ c എവിടെ വരേണ്ടത് ഓപ്പൺ ഇന്റർവൽ 0 3 ന്റെ 3 ന്റെ ഉള്ളിൽ വരണം. ഇപ്പൊ കിട്ടിയത് ഒന്ന് 2 plus root 13 divided by 3 ആണ്. റൂട്ട് 13 ന്റെ വില 3 പോയിന്റ് സംതിങ് ആണ് നിങ്ങൾക്ക് അറിയാം. 9 ന്റെ റൂട്ട് 3 16 റൂട്ട് 4 ആവുമ്പോ 13 ന്റെ റൂട്ട് 3 പോയിന്റ് സംതിങ് ആണ്. രണ്ടും 3 പോയിന്റ് സംതിങ് കൂടി കൂട്ടിയാൽ 5 പോയിന്റ് വരും. 5 പോയിന്റ് സംതിങ്ങിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 പോയിന്റ് സംതിങ് കിട്ടും. അപ്പൊ ഇത് 1 പോയിന്റ് സംതിങ് ആണ്. അത് 0 ന്റെ 3 ന്റെ അടുക്ക് വരും. അപ്പൊ അത് റെഡി. ഇത് 2 ന്ന് 3 പോയിന്റ് മൈനസ് ചെയ്താൽ നെഗറ്റീവ് ആവും. 2 ന്ന് 3 പോയിന്റ് സംതിങ് മൈനസ് ചെയ്താൽ നെഗറ്റീവ് ആവും. അപ്പൊ ഈ നമ്പർ നെഗറ്റീവ് ആയി പോകും. അതുകൊണ്ട് നെഗറ്റീവ് നമ്മുടെ ഇന്റർവെല്ലിൽ ഇല്ല. അപ്പൊ നമ്മുടെ ഇന്റർവെല്ലിൽ തിയറം പറഞ്ഞ c is equal to therefore c is equal to 2 plus root 13 divided by 3 belongs to the interval open interval 0 3. Okay. അതുള്ളത് എഴുതിയാൽ മതി. ഇനി രണ്ടും അതിനുള്ളിലാണ് രണ്ടും എഴുതി വെക്കുന്നതിന് കുഴപ്പമില്ല. രണ്ടും എഴുതി വെക്കണം. രണ്ടും ഉള്ളിലാണ് എഴുതി വെക്കണം. അപ്പൊ ഇത് നമ്മുടെ ഇന്റർവെല്ലിൽ വരില്ല. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കി. തേർഡ് വൺ ട്രിഗണോമെട്രി ആണ്. ട്രിഗണോമെട്രിയില് fx equal to തന്നിരിക്കുന്നത് sin 2x ചെക്ക് ചെയ്യേണ്ട ഇന്റർവെല്ല് 0 to π
അപ്പോ sin 2x 0 to pi. ഫസ്റ്റ് വൺ എന്താ നമ്മൾ പറയാ? ഈ ഫംഗ്ഷനെ പറ്റി എന്താ പറയാൻ പറ്റുക? ട്രിഗണോമെട്രിയിലെ സൈൻ ഫംഗ്ഷൻ ആണ്. സൈൻ ഫംഗ്ഷൻ അതിന്റെ ഡൊമൈനിൽ മൊത്തം കണ്ടിന്യൂസ് ആണ്. സൈൻ ഫംഗ്ഷന്റെ ഡൊമൈൻ ആറിന്റെ ഒരു സബ്സെറ്റ് ആണ് ക്ലോസ്ഡ് ഇന്റർവൽ 0 pi. അപ്പൊ ഇത് അവിടെ പറഞ്ഞാൽ മതി, fx is continuous in closed interval 0 pi since sin function is continuous. fx is continuous in closed interval 0 pi since sin function is continuous. Second, derivative function പറയൂ. sin 2x ന്റെ ഡെറിവേറ്റീവ്, sin 2x ന്റെ ഡെറിവേറ്റീവ്, sin ന്റെ ഡെറിവേറ്റീവ് cos 2x, 2x ന്റെ ഡെറിവേറ്റീവ് into 2, അപ്പൊ 2 cos 2x which exists, ഇത് കാണാൻ പറ്റാത്ത പോയിന്റേ ഇല്ല, which exists at every point in open interval 0 pi. കോസ് കാണാൻ പറ്റാത്ത നമ്പറേ ഇല്ല, ഏത് ഇന്റർവെല്ലിലും നമുക്ക് കോസ് കാണാം. അപ്പൊ which exists at every point in open interval, നമ്മൾ ഇന്റർവെൽ പറഞ്ഞാൽ മതി, open interval 0 pi. Therefore fx is differentiable in open interval 0 pi. ഇനി നമ്മൾ തേർഡ് വണ് f of 0, f of pi, ഈ രണ്ട് വാല്യൂ ആണ് നോക്കണ്ടേ. f of 0 എന്ന് പറയുമ്പോൾ sin of 2 into 0, sin 0 is equal to 0. f of 2 pi എന്ന് പറയുമ്പോൾ sin 2 pi is equal to 0. That is f of 0 is equal to f of pi. Therefore by Rolle's theorem there exists a point C. Therefore by Rolle's theorem there exists C belongs to open interval 0 pi such that f dash c is equal to 0. അത് കണ്ടുപിടിക്കണം. ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആ C ഏതാണെന്ന് കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്തപോലെ തന്നെ. Now f dash c is equal to 0 gives എന്താ f dash x ഇതാ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ച് 2 cos 2x ആ. അപ്പൊ f dash c എന്ന് പറയുമ്പോൾ 2 cos 2c is equal to 0. 2 cos 2c 0 വരണമെങ്കിൽ cos 2c 0 വരണം. cos 2c equal to 0. cos 2c 0 വരുന്ന ഒരുപാട് 2c ഉണ്ടാവും. cos 0 വരുന്ന നമ്പേഴ്സ് പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് pi by 2 ആണ്. നമ്മൾ ഒരുപാട് അന്വേഷിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്റർവെല്ലിൽ 0 to pi ആണ്. അപ്പൊ 2c ക്ക് വരിക, ഞാൻ താഴേക്ക് എഴുതാം. It implies 2c is equal to ആദ്യം pi by 2, പിന്നെ 3 pi by 2, പിന്നെ 5 pi by 2 etc. എന്റെ നെഗറ്റീവ് നോക്കാത്ത, നെഗറ്റീവ് നമ്മൾ നോക്കണ്ട, കാരണം നമ്മൾ ഇന്റർവെല്ല് 0ന്റെ മേലോട്ടാ. ഇത് 2c ആ, പോരാ c പറയും. c equal to 2 ഡിവൈഡ് ചെയ്യും, pi by 2 2 ഡിവൈഡ് ചെയ്താൽ pi by 4, ഇവിടെ 2 ഡിവൈഡ് ചെയ്താൽ 3 pi by 4, ഇവിടെ ഡിവൈഡ് ചെയ്താൽ 5 pi by 4 etc. ഇത് ഇൻഫിനിറ്റി മെനി നമ്പേഴ്സ് ഉണ്ട്. അതില് നമുക്ക് പറ്റുന്നത് സെലക്ട് ചെയ്യണം. എവിടെ വരേണ്ടത്? 0 to pi ഓപ്പൺ ഇന്റർവെല്ലിൽ, ഓപ്പൺ ഇന്റർവെൽ 0 to pi വരണം എന്ന് പറഞ്ഞാൽ 0 pi ന്റെ ഉള്ളിൽ. pi by 4 റെഡി ആണല്ലോ, c equal to pi by 4 വരും. ഇനി ഏതെങ്കിലും ഉണ്ടോ? 3 pi by 4, 3 pi by 4 മുക്കാൽ pi എന്ന് പറഞ്ഞാൽ ഒരു പൈ ഉള്ളിലാ, അതുണ്ട്. 3 pi by 4 വരും. പിന്നെ അടുത്ത പറ്റോ? 5 pi by 4 1/4 pi ആ. 5 by 4 എന്ന് പറഞ്ഞാൽ 1/4 ആ. ഇത് പുറത്തേക്ക് പോയി, പൈനെ വേണ്ടി കൂടുതലാ. ഈ രണ്ട് പേര് വരും, കണ്ടോ? ചിലപ്പോ രണ്ടെണ്ണമൊക്കെ വരും. വരുന്നത് എടുത്ത് എഴുതണം. ഇത് നിങ്ങൾ ഒന്ന് എഴുതിയാൽ മാർക്ക് കുറയും. അതിലിപ്പോ ഏതെങ്കിലും ഒന്ന് എഴുതിച്ചാൽ മാർക്ക് കുറയും, കാരണം ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് എഴുതണം. Then fourth one, fx equal to sin x plus cos x in ഇന്റർവെൽ തന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ 0 to pi, 0 to pi by 2, 0 to pi by 2. ഇവിടെ ഓക്കെ. കണ്ടിന്യൂറ്റി എങ്ങനെ നമ്മൾ പറയാ? sin x ഉണ്ട്, cos x ഉണ്ട്, സം ഉണ്ട്. നിങ്ങൾക്കറിയാം സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. ആറില് രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ സം വീണ്ടും കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഒന്നാമത്തെ നമ്പറിൽ എഴുതേണ്ടത് fx is continuous in 0 to pi by 2 since sin x and cos x are continuous functions. അവിടെ എഴുതണം നിങ്ങള്, since sin x and cos x are continuous functions. അപ്പൊ നിങ്ങൾ എഴുതട്ടോ, fx is continuous in closed 0 pi by 2 since
Sin x and cos x are continuous functions. Okay, then second f dash x ലേക്ക് വരൂ, ഡെറിവേറ്റീവ് എടുക്കൂ. sin x ന്റെ ഡെറിവേറ്റീവ് cos x ന്റെ ഡെറിവേറ്റീവ് minus sin x, which exists at every point in open interval 0π/2. കാരണം സൈനും കോസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പറേ ഇല്ല. അപ്പൊ ഏത് നമ്പറിലും കോസും ഉണ്ട് സൈനും ഉണ്ട്. അപ്പൊ ഇവിടെ പറയണം which exists at every point in open interval 0π/2. Therefore fx is differentiable in open 0π/2. Third condition, f of 0 is equal to sin 0 plus cos 0 equal to sin 0 0 cos 0 1, that's equal to 1. ഇനി f of b ക്ക് വരെ ഇവിടെ π/2. f of π/2 is equal to sin π/2 plus cos π/2. ഇത് കൊടുക്കുന്നത് വാല്യൂ കൊടുക്കുന്നത് ഡെറിവേറ്റീവ് ആയി പോകരുത്, ഫംഗ്ഷനിൽ കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് sin π/2 1, cos π/2 0, അതും 1, ഒരേ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് f of 0 is equal to f of π/2. Therefore by Rolle's theorem there exists c belongs to open interval 0 π/2 such that f dash c is equal to 0. അത് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കണം. f dash c is equal to 0 implies എന്താണ് f dash c ആയിട്ട് കിട്ടിയത് f dash x ആയിട്ട് കിട്ടിയത് cos x minus sin x. അപ്പൊ f dash c പറയുമ്പോൾ cos c minus sin c equal to 0, which implies cos c equal to sin c. ഒന്ന് ആലോചിച്ചാൽ കിട്ടും. കോസും സൈനും ഈക്വൽ ആവണം, അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും. അതില് 0 to π/2 വരുന്നത്, ഓപ്പൺ ഇന്റർവൽ 0 π/2 വരുന്നത് എത്ര ഉണ്ട്, ഏതൊക്കെയാണ്? 0 to π/2 ഇടക്ക് സൈനും കോസും ഈക്വൽ ആവുന്ന ഒറ്റ വാല്യൂ ഉള്ളൂ, അത് π/4 ആണ്. π/4 ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ. പിന്നുള്ളത് 0 π/2 പുറത്തായിരിക്കും. സൈനും കോസും ഈക്വൽ ആണ്, ആദ്യത്തെ വാല്യൂ π/4 ആണ്. π/4 കഴിഞ്ഞാൽ പിന്നെ 5π/4 ആണ്. 5π/4 എടുക്കാത്തത് 0 to π/2 ആയതുകൊണ്ട്. അപ്പൊ വെരിഫൈ ചെയ്യാൻ പറയുമ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. കണ്ടീഷൻസ് 3 റെഡി ആണോ നോക്കുക. കണ്ടീഷൻസ് റെഡി ആണെങ്കിൽ ആ തിയറം പ്രകാരം സി ഉണ്ടാവും എന്ന് പറയാ, സി കണ്ടുപിടിക്കുക. ഇനി ചിലപ്പോ ചോദിക്കല് ഡിസ്കസ് ദ അപ്ലിക്കബിലിറ്റി ഓഫ് റോൾസ് തിയറം എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അങ്ങനെ 2 റോൾ നമുക്ക് ചെയ്യാം. ഡിസ്കസ് ദ അപ്ലിക്കബിലിറ്റി ഓഫ് റോൾസ് തിയറം ഫോർ ദി ഫോളോയിങ് ഫംഗ്ഷൻസ്. ഡിസ്കസ് ദ applicability of Rolle's theorem for the following functions. അതിൽ ഒന്നാമത്തത് fx equal to x square interval 1 to 2, closed interval 1 to 2. 2. fx equal to mod x in closed interval -1 to 1. 3. fx equal to tan x in closed interval